നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് സെറ്റ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് യൂസ് എന്തായിരുന്നു? ടെസ്റ്റിംഗ് എ പോപ്പുലേഷൻ മീൻ. ഒരു പോപ്പുലേഷൻ മീൻ തന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുക, അല്ലെ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിള് ഒരു പോപ്പുലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം ആ സാമ്പിളിൻ്റെ മീനും അതുപോലെ പോപ്പുലേഷൻ മീനും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഒക്കെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് യൂസ് ആയിട്ട് പറഞ്ഞത്. രണ്ടാമത് ടെസ്റ്റിംഗ് ടു പോപ്പുലേഷൻ മീൻസ്. രണ്ട് പോപ്പുലേഷൻ മീനുകൾ, ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻ, രണ്ട് പോപ്പുലേഷൻ മീനുകൾ ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യലായിരുന്നു. അതായത് രണ്ട് സാമ്പിളുകൾ ഉണ്ടായിരിക്കും, രണ്ട് പോപ്പുലേഷൻ എടുത്തതാവാം അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ എടുത്തതാവാം. ആ സാമ്പിളുകളുടെ മീനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്തിട്ട് ആ പോപ്പുലേഷൻ മീനുകൾ തമ്മിൽ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറൻ്റ് ആണോ അല്ലേ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്. അപ്പോൾ ഇനി മൂന്നാമത്തെ യൂസ് ആണ് ലാർജ് സാമ്പിൾ ടെസ്റ്റിലുള്ള സെറ്റ് ടെസ്റ്റിന്റെ മൂന്നാമത്തെ യൂസേജിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തത് യൂസേജ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിംഗ് ദ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ ഓഫ് സക്സസ്, അതായത് പ്രപ്പോർഷൻ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയാറില്ലേ, പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന, അത് ടെസ്റ്റ് ചെയ്യാം. അതായത് ഒരു ആക്ടിവിറ്റി, ഒരു എക്സ്പെരിമെന്റ് നടക്കുന്നു, അതിൽ ഇത്ര പ്രാവശ്യം സക്സസ് നടക്കുന്നു, ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസിനെ കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് സക്സസിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്ത് കിട്ടും, നമുക്ക് അതിന്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് കിട്ടും. അങ്ങനെ ആ ഒരു പ്രോബിലിറ്റി ഓഫ് സക്സസ് അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ടെസ്റ്റ് ചെയ്യലാണ്. നമ്മൾ മീൻ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ by testing population proportion of success we mean testing the significant difference between population proportion of success and sample proportion of success. എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്? പോപ്പുലേഷന്റെ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാമ്പിളിന്റെ പ്രപ്പോർഷൻ ഓഫ് സക്സസിന് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിലെ ടേംസ് നോക്കുകയാണെങ്കിൽ പി എന്ന് പറയുന്നതിനാണ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസിന്റെ പോപ്പുലേഷൻ പ്രപ്പോർഷൻ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ പോപ്പുലേഷൻ ആണ് എന്ത്, പി. അത് നമുക്ക് അറിയുന്നുണ്ടാവില്ല, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് ഇന്ന വാല്യൂ ആണോ അല്ലെങ്കിൽ ഇന്ന വാല്യൂ ആണോ എന്നാണ് എന്ത് ചെയ്യണത്, നമ്മൾ ടെസ്റ്റ് ചെയ്യണത്. അപ്പോൾ P0 എന്ന് പറയുന്നത് അസ്യൂം വാല്യൂ ഓഫ് പി, അതായത് പോപ്പുലേഷൻ സക്സസിന്റെ അസ്യൂംഡ് വാല്യൂ ഇന്ന വാല്യൂ ആണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. P' എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് എ സാമ്പിൾ. ഒരു സാമ്പിളിന്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ് എന്ത്, P' എന്നതുകൊണ്ട് പറയണത്. അതായത് നമ്മൾ സാമ്പിളിന്റെ ഒരു ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റയിലുള്ള പ്രോബിലിറ്റി ഓഫ് സക്സസിനെയാണ് നമ്മൾ P' എന്ന് വിളിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ്, എൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ്. അതായത് നമ്പർ ഓഫ് സക്സസിനെ സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് എന്ത് കിട്ടുക, നമുക്ക് P' കിട്ടുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, H0 സെറ്റ് ചെയ്യണം. H0 സെറ്റ് ദാറ്റ് P ഈക്വൽ ടു P0. നമ്മൾ മ്യൂ ഈക്വൽ ടു മ്യൂ0 എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ടെസ്റ്റ് ചെയ്യാൻ P ഈക്വൽ ടു P0 ആണ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. H1 ഈ പറയുന്ന മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ആവാം. P ലെസ് ദാൻ P0 ആവാം, P ഗ്രേറ്റർ ദാൻ P0 ആവാം, അല്ലെങ്കിൽ P നോട്ട് ഈക്വൽ ടു P0 ആവാം. ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് വരാം. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. Based on large sample size n whose proportion of success is P dash. Okay. ഇനി significant for the significance level alpha critical regions are respectively നമ്മൾ critical region കാണാറ് ഇത് ഉപയോഗിച്ചിട്ടാണ്. Z less than minus Z alpha, Z greater than Z alpha or mod Z greater than or equal to Z alpha by 2 അല്ലേ. അതായത് ഈ ക്രിട്ടിക്കൽ റീജിയൻ കാണാൻ ഇതാണ് യൂസ് ചെയ്യുക. നമ്മൾ തൽക്കാലം അത് യൂസ് ചെയ്യാറില്ല. നമ്മൾ കാൽക്കുലേറ്റ് ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് അത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യലായിരുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണാൻ Z is equal to P dash minus P0 by root P0 Q0 by N ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ചെയ്യേണ്ടത്. അതായത് ഇത് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടാവും. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് Z ഫ്രം ടേബിൾ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ if calculated value less than table value we accept H0, otherwise reject H0. നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂവിനെ കമ്പയർ ചെയ്യും. കാൽക്കുലേറ്റഡ് വാല്യൂ ചെറുതും ടേബിൾ വാല്യൂ വലുതും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും.
ഈ ഓപ്പറേഷൻസ് ഒക്കെ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ സെയിം ആണ്, എല്ലാത്തിനും ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, മാറുന്നുള്ളൂ. അതിൽ വേറെ പിന്നെ ഈ H0 സെറ്റ് ചെയ്യുന്നതും H1 സെറ്റ് H0 സെറ്റ് ചെയ്യുന്നതിലും ചേഞ്ച് വരും, ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലും ചേഞ്ച് വരും. ബാക്കിയുള്ള ഒന്നും എന്തില്ല, ഒരു വ്യത്യാസവും സംഭവിക്കണില്ല. അപ്പൊ ഇനി എങ്ങനെയാ അതിലെ പ്രോബ്ലംസ് വരിക നമുക്ക് നോക്കാം. പ്രോബ്ലം നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർവേ ഓഫ് 70 ബിസിനസ് ഫേംസ്, ഒരു 70 ബിസിനസ് ഫേംസ്, it was found that 45 are planning to expand their capacity next year. അതായത് 70 ബിസിനസ് ഫേംസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 45 45 ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ദെയർ കപ്പാസിറ്റി. അവരുടെ പ്ലാന്റുകൾ അല്ലെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് 45. Does the capable information contradict the hypothesis that 70% of the firms are planning to expand the next year? അതിനാണ് ഹൈപ്പോത്തിസിസ് പറയുന്നത് 70% ഫേംസും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസിന് ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുമോ എന്നാണ് നമ്മളോടുള്ള എന്ത് ചോദ്യം. അപ്പം 70% ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഇത് കോൺട്രഡിക്റ്റ് ചെയ്യോ എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സാമ്പിളിന്റെ ഇപ്പൊ പറഞ്ഞ ഈ 70% എന്ന് പറഞ്ഞത് പോപ്പുലേഷന്റെ കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ സാമ്പിൾ നമ്മൾ എടുത്തത് 70 എടുത്തപ്പോൾ ഇത് 45 എക്സ്പാൻഡ് ചെയ്യാനുള്ള എന്തുണ്ട്, പ്ലാൻ ഉണ്ട്. അപ്പൊ അത് കാണുന്നു P ഡാഷ്, അതായത് സാമ്പിൾ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്. പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് സാമ്പിൾ ഇസ് ഈക്വൽ ടു 45 ഡിവൈഡ് ബൈ 70. ആകെ 45 ചാൻസ് ആണ് സക്സസിനുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് 70 ആണ്. അപ്പോൾ 45/70 0.643 എന്ന് കിട്ടും. ഇനി P0 എന്ന് പറയുന്നത് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ അല്ലേ, പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഇൻ പോപ്പുലേഷൻ ആണ്. അതിന്റെ വാല്യൂ നോക്കുക 70% ആവോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. നമ്മൾ P = P0 എന്നല്ല എടുക്കണേ. ഇവിടെ P0 ആയിട്ട് 70% അഥവാ 0.7, P0 70% ആണ്, Q0 എന്തായിരിക്കും 1 - P0 അഥവാ 0.3 ആയിരിക്കും ഉണ്ടാവുക, 0.3 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, H0 സെറ്റ് ചെയ്യുന്നു, H0 such that P is equal to 0.7, H1 such that P not equal to 0.7. H0 നമ്മൾ എടുക്കുന്നത് എന്താണ്, അടുത്ത വർഷത്തിൽ 70% ഫേംസും എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് എടുക്കുന്നു. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുന്നു, അഥവാ Z is equal to P dash minus P0 by root P0 Q0 by N എന്ന് കിട്ടും. P dash എന്താന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, 0.643 minus 0.7 divided by root P0 Q0 0.7 into 0.3 by 70. ആൻസർ കിട്ടുക -1.04 ആണ്. അതായത് മോഡ് Z is equal to 1.04 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ടേബിൾ വാല്യൂ കാണുന്നു. ടേബിൾ വാല്യൂ ഓഫ് Z at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് ടു ടൈൽ 1.96 ആണ്. ഈ കാൽക്കുലേറ്റഡ് വാല്യൂ 1.04 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ 1.96 ചെറുതാണ്. therefore accept H0. H0 നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. H0 ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ H0 such that P equal to 0.7, അതായത് 70% ഫേംസും എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു പ്രശ്നം ഉള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ P0 H1 എടുക്കേണ്ടത് ശരിക്കും നോട്ട് ഈക്വൽ ടു എന്നല്ല കേട്ടോ ഇവിടെ വരിക. ഇവിടെ ശരിക്കും എന്താ വരുന്നത്, ഗ്രേറ്റർ ദാൻ ആണ്, അല്ല സോറി ലെസ് ദാൻ 0.7 ആണ് എടുക്കേണ്ടത്. കാരണം എന്താ, ഇപ്പം ഇത് കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളോട് പറയുന്നു 70% എന്ത് ചെയ്യുന്നു, 70% എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അപ്പൊ 70% കുറവാണെങ്കിൽ അത് കോൺട്രഡിക്ഷൻ ആവുള്ളൂ. 70% കൂടുതലാണെങ്കിൽ അത് കോൺട്രഡിക്ഷൻ ആവില്ല. കാരണം 70% എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 70% അതിൽ കൂടുതലോ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അപ്പം അതിൽ കുറവാണെങ്കിൽ എന്താവുള്ളൂ, നമ്മളെ P equal to 0.0 കോൺട്രഡിക്റ്റ് ചെയ്യുള്ളൂ. അതിന് കൂടുതലായാൽ അവർ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞതിന് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ P less than 0.7 ആണ്, അഥവാ 1 tail ആണ്.
അപ്പോൾ ടേബിൾ വാല്യൂ കാണുമ്പോൾ വൺ ടൈൽ കാണുമ്പം 1.645 പറ്റിയാണ് 1.645 ആണ് ആൻസർ ടേബിൾ വാല്യൂ കിട്ടുക. അതും എന്ത് തന്നെയാണ്, ഡിസിഷനിൽ മാറ്റമൊന്നുമില്ല, കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്ന ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യുക, അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം, നോട്ട് എഴുതിയെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, ചെറിയൊരു വ്യത്യാസത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്, ഇൻ എ ഡൈ റോളിംഗ് എക്സ്പെരിമെന്റ് ഗെറ്റിംഗ് 3 or 6 ഈസ് ഐഡന്റിഫൈഡ് ആസ് എ സക്സസ്. ഒരു ഡൈ എറിയുന്ന എക്സ്പെരിമെന്റിൽ 3 or 6 കിട്ടിയാൽ അത് സക്സസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ എന്താ, ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്യും. സപ്പോസ് ദാറ്റ് 9,000 times the die was rolled resulting 3,240 success. അതായത് 9,000 പ്രാവശ്യം ഡൈ ത്രോ ചെയ്തപ്പം 3,240 പ്രാവശ്യം 3 or 6 എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. ഡു യു ഹാവ് ദ റീസൺ ടു ബിലീവ് ദാറ്റ് ദ ഡൈ ഈസ് എൻ അൺബയസ്ഡ് വൺ. ആ ഡൈ എന്ന് പറയുന്നത് അൺബയസ്ഡ് ആണോ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ഡൈ അൺബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, ഡൈ ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും വരുന്ന പോലെയല്ല എന്ത് ചെയ്യുന്നത്, വരുന്നുണ്ടാവുക. ഇപ്പം ഡൈ അൺബയസ്ഡ് ആണോ എന്ന് പറഞ്ഞാൽ ഡൈക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണോ എന്നുള്ളതാണ് നമ്മളോടുള്ള എന്ത് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുക, പ്രോബിലിറ്റി ഓഫ് സക്സസ് ഒരു സാമ്പിൾ ഉണ്ട്. 9,000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു എക്സ്പെരിമെന്റിൽ 3,240 പ്രാവശ്യമാണ് എന്ത് വന്നത്, സക്സസ് വന്നത്. അതായത് 3 or 6 വന്നത് 3,240 പ്രാവശ്യമാണ്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി, ആ സാമ്പിളിന്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് പി ഡാഷ് വിച്ച് ഈസ് എക്സ് ബൈ എൻ, അതായത് 3,240/9,000 ഈക്വൽ ടു 0.36 എന്നാണ് പി ഡാഷ് കിട്ടിയത്. ഇനി P0 എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷൻ്റെത് ശരിക്കും എങ്ങനെയാ വരേണ്ടത്, 2 or 3 or 6 കിട്ടുന്നതാണ് സക്സസ്. ആകെ 6 ഔട്ട്കം ആണ് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അതിൽ 2 or 6 എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. അതായത് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. അതിൽ 3 or 6 എന്ന് പറഞ്ഞാൽ 3 വരുന്ന ഒരു ചാൻസ്, 6 വരുന്ന ഒരു ചാൻസ്. ടോട്ടൽ 2/6 ആണ് എന്ത് വരെ അതിന്റെ പ്രോബിലിറ്റി. 2/6 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/3 ആണ്. 1/3 which is equal to 0.33. Q0 എന്ന് പറഞ്ഞാൽ 1 minus P0 അഥവാ 0.67 അല്ലെങ്കിൽ 1/3 2/3 എന്നാണ് എന്ത് ചെയ്യുക വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, H0 സെറ്റ് ചെയ്യുന്നു. H0 such that P is equal to P0 അഥവാ P is equal to 1/3. 2/6 നമ്മൾ ചെറുതാക്കിയ 1/3 ഉണ്ടാവുക. H1 such that P not equal to 1/3. ഇത് നോട്ട് ഈക്വൽ ടു തന്നെയാണ് അതിന്റെ H1 കറണ്ട്. കാരണം എന്താ, നമുക്ക് ശരിക്കും വരുന്നതിന്റെ കുറവായാലും കൂടുതലായാലും ആ ഡൈ എന്താണ്, അൺബയസ്ഡ് ആണ്. ഡൈ അൺബയസ്ഡ് ആണെങ്കിൽ അത് നോട്ട് ഈക്വൽ ടു വന്നാൽ മതി. നേരത്തെ അവർ പറഞ്ഞ കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ ലെസ് ദാൻ വന്നാൽ മാത്രമേ കോൺട്രഡിക്റ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് അത് ലെസ് ദാൻ വരണമെന്ന് പറഞ്ഞത്. ഇവിടെ എന്താ, നോട്ട് ഈക്വൽ ടു വന്നാൽ മതി. കാരണം ഇപ്പം ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അതിന് 3 or 6 വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്, 2/6 അഥവാ 1/3 ആണ്. അപ്പൊ 1/3 വരുന്നില്ല എന്നുണ്ടെങ്കിൽ 1/3 കൂടിയാലും 1/3 കുറഞ്ഞാലും അത് എന്താണ്, ബയസ്ഡ് ആയിട്ടുള്ള എന്താണ്, ഒരു സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഡൈ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നോട്ട് ഈക്വൽ ടു വരുന്നതാണ് എന്ത്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. വീണ്ടും ഇതിന് കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല, നമ്മുടെ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് z is equal to P dash minus P0 by root P0 Q0 by n ആണ്. അവിടെ P dash 0.36 ആണ്. അതുപോലെ P0 എന്ന് പറയുന്നത് 0.33 ആണ്. അത് റൂട്ട് 0.33 into 0.67 divided by 9,000 ആൻസർ 6.04 കിട്ടും. മോഡ് z is equal to 6.04 എന്നാണ് കിട്ടുക. അതായത് ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. ടേബിൾ വാല്യൂ ഓഫ് z at 5% level of significance with 2 tail which is equal to 1.96 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂ കിട്ടിയത് എന്താണ്, 1.96. കാൽക്കുലേറ്റഡ് വാല്യൂ 6.04. therefore calculated value is greater than table value. കാൽക്കുലേറ്റഡ് വാല്യൂ വലുതും ടേബിൾ വാല്യൂ ചെറുതും ആയതുകൊണ്ട് റിജക്ട് ചെയ്യുന്നു H0. H0 റിജക്ട് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം H1 ആക്സെപ്റ്റ് ചെയ്യലാണ്. അതായത് P not equal to 1/3. അതായത് അതിന്റെ പ്രോബിലിറ്റി പോപ്പുലേഷൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 1/3 അല്ല എന്നാണ് പറയുന്നത്. പോപ്പുലേഷൻ പ്രപ്പോർഷൻ 1/3 ആണെങ്കിലേ അത് ബയസ്ഡ് ആവുള്ളൂ, അൺബയസ്ഡ് ആവുള്ളൂ. പോപ്പുലേഷൻ പ്രപ്പോർഷൻ 1/3 അല്ല എന്നുണ്ടെങ്കിൽ അത് ബയസ്ഡ് ആണ്.
and therefore the die is not unbiased. അതല്ലെങ്കിൽ the die is biased എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, എ മാനുഫാക്ചറർ ക്ലെയിംഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 95% ഓഫ് ദ എക്യുപ്മെന്റ്സ് വിച്ച് he supplied to a factory conformed to specification. 95% എക്യുപ്മെന്റ്സ് എന്താണ്, സ്പെസിഫിക്കേഷൻസ്, പറയുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉള്ളതാണ് എന്നാണ് അയാൾ ക്ലെയിം ചെയ്യുന്നത്. An examination of a sample of 200 pieces, 200 പീസസിന്റെ സാമ്പിൾ എടുത്ത് കഴിഞ്ഞ് ഒരു എക്സാമിനേഷൻ നടത്തിയപ്പം റിവീൽഡ് ദാറ്റ് 18 were faulty. 200 എണ്ണത്തിൽ 18 എന്തായിരുന്നു, ഫോൾട്ടി ആണ് എന്ന് കിട്ടി. ടെസ്റ്റ് ദിസ് ക്ലെയിം അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അയാൾ പറയുന്ന ക്ലെയിം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ അയാൾ പറഞ്ഞത് 95% ആണ് എന്നാണ്. അതായത് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഈസ് അസ്യൂംഡ് ടു ബി 95%. പ്രപ്പോർഷൻ ഓഫ് സക്സസ് ഇൻ പോപ്പുലേഷൻ ഈസ് അസ്യൂംഡ് ടു ബി 95%. അതായത് P0 is equal to 95% അഥവാ 0.95. അതിനാണ് Q0 is equal to 0.05 ആണ്. ഇനി P dash, അതായത് പ്രപ്പോർഷൻ ഓഫ് സക്സസ് ഇൻ സാമ്പിൾ പ്രപ്പോർഷൻ ഓഫ് സക്സസ് വിച്ച് ഇസ് P dash. നമുക്കറിയാം 18 were faulty എന്നാ പറഞ്ഞത് അല്ലേ. 18 were faulty എന്ന് പറഞ്ഞാൽ ബാക്കി 182 were good ആണ് അല്ലേ. 182 എണ്ണം ഒരു കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ P dash is equal to 182/200 which is equal to 0.91. അതായത് അയാൾ പറഞ്ഞ കാര്യം, അയാൾ പറഞ്ഞത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത എന്താവാൻ, അയാൾ പറഞ്ഞിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി 95% ആണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് പറയുന്നു, ഇവിടെ നമുക്ക് സാമ്പിൾ പ്രപ്പോർഷൻ കിട്ടിയത് എത്രയാണ്, 0.91 അഥവാ 91% ആണെന്നാണ് നമുക്ക് സാമ്പിൾ പ്രപ്പോർഷൻ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ അയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ H0 such that P is equal to 95/100 അല്ലെങ്കിൽ 0.95 എന്ന് കൊടുത്താലും മതി. ഇവിടെ H1 such that P less than 95/100 അല്ലെങ്കിൽ P less than 0.95 എന്ന് പറയാൻ കാരണം എന്താ, അയാൾ പറഞ്ഞത് തെറ്റാവണമെങ്കിൽ ഈ 95%-നേക്കാളും കുറവാണ്. അയാൾ പറഞ്ഞ ഇത് 95% ഞാൻ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. നല്ല പ്രൊഡക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 95% ആണ് എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ 95% കൂടിയിട്ടുണ്ടെങ്കിൽ അയാളെ സ്റ്റേറ്റ്മെന്റ് എന്താവണില്ല, തെറ്റാവണില്ല, അല്ലെങ്കിൽ അയാളുടെ ക്ലെയിം എന്താവണില്ല, തെറ്റാവുന്നില്ല. 95% കുറഞ്ഞാൽ മാത്രമേ അവിടെ എന്തുള്ളൂ, പ്രശ്നമുള്ളൂ. അപ്പൊ H1 എന്താണ്, P less than 0.95 അല്ലെങ്കിൽ P less than 95/100 അല്ലെങ്കിൽ P less than 95% എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് അത് വൺ ടൈൽ ആണ്. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് കൊടുക്കുന്നു. P dash minus P0/root P0 Q0/n 0.91 minus 0.95 ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ -2.596 അഥവാ മോഡ് Z 2.596 ചെയ്യുന്നു. ടേബിൾ വാല്യൂ ഓഫ് Z at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് വൺ ടൈൽ ആകുമ്പോൾ 1.645 ആണ്. Calculated value 2.596 ആണ്. Calculated value is greater than 1.645 അഥവാ ടേബിൾ വാല്യൂ. therefore reject H0. H0 റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് റിജക്ട് ചെയ്യുന്നു, അഥവാ H1 എന്ത് ചെയ്യാണ്, അക്സെപ്റ്റ് ചെയ്യാണ്. H1 അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത് 95%-നേക്കാളും കുറവാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യണത്, കിട്ടണത്. അയാൾ പറഞ്ഞ ക്ലെയിം എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. therefore the claim is not justified എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യണം. 500 people selected at random from a town. 275 are drinkers of tea. അതായത് 500-ൽ 275 ആളുകൾ ടീ ഡ്രിങ്കേഴ്സ് ആണ്. അപ്പം സാമ്പിൾ പ്രപ്പോർഷൻ 275 500 ചെയ്താൽ എന്ത് കിട്ടും, സാമ്പിൾ പ്രപ്പോർഷൻ കിട്ടും. ആൻഡ് അതേഴ്സ് ആർ ഡ്രിങ്കേഴ്സ് ഓഫ് കോഫി, ബാക്കിയുള്ളവർ കോഫി ഡ്രിങ്കേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ഫൈൻഡിങ്സ് ക്യാൻ യു കൺക്ലൂഡ് ദാറ്റ് ദ ടീ ആൻഡ് കോഫി ആർ ഈക്വലി പോപ്പുലർ ഇൻ ദാറ്റ് ടൗൺ. അതായത് ടീയും കോഫി ഈക്വലി പോപ്പുലർ ആണോ എന്നാണ് ചോദ്യം. അതായത് ടീയും കോഫി ഈക്വലി എന്താണ് പോപ്പുലർ ആണെങ്കിൽ ക്യാപിറ്റൽ P അഥവാ പ്രപ്പോർഷൻ ഓഫ് സക്സസ് എന്തായിരിക്കണമായിരുന്നു,
1/2 അഥവാ 0.5 ആവണം അല്ലേ? 0.5 ആയിരിക്കണം. അതായത് P0ന്റെ വാല്യൂ 0.5 ആവണം ഈക്വലി പോപ്പുലർ ആവണമെങ്കിൽ. ഇത് കോഫിക്കുള്ള അതേ ആളുകൾ തന്നെ എന്ത് ടീയും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വലി എന്താണ് പോപ്പുലർ ആയിരിക്കും. അതായത് P0 എന്തായിരിക്കണമായിരുന്നു? 0.5 ആയിരിക്കണമായിരുന്നു. ഇനിയോ ഈക്വലി പോപ്പുലർ അല്ലെങ്കിൽ എന്ത് മതി? P0 നോട്ട് ഈക്വൽ ടു 1/2 അഥവാ P0 നോട്ട് ഈക്വൽ ടു 0.5 മതി. കാരണം ഈക്വലി പോപ്പുലർ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പം ഒന്ന് മറ്റേനേക്കാളും കുറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേനേക്കാളും കൂടിയാലോ മതി. അതുകൊണ്ട് നോട്ട് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി H1 ആയിട്ട്. അതായത് 2 tail ആയിരിക്കും. പിന്നെയോ P0 1/2 ആവും. സോറി P0 1/2 ആണ്. Q0 അപ്പോൾ എന്താവും? 1/2 ആവും. P' എന്ന് പറഞ്ഞാൽ 275/500 ആയിരിക്കും. ഇതിലേക്ക് തന്നെ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്ത് നോക്കണം? ചെയ്ത് നോക്കണം. ലാർജ് സാമ്പിൾ ടെസ്റ്റ് അഥവാ സെറ്റ് ടെസ്റ്റിന്റെ 4ാമത്തെ യൂസിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. നമ്മളിപ്പം മീൻ്റെത് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും വരുന്നത്. ആദ്യം ഒരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യലായിരുന്നു. പിന്നെ ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യലായിരുന്നു. ഇപ്പോൾ ഇവിടെ ആദ്യം പോപ്പുലേഷൻ പ്രപ്പോർഷൻ ടെസ്റ്റ് ചെയ്യലായി. ഇവിടെ എന്തായിരിക്കും? ടെസ്റ്റിംഗ് ഡിഫറൻസ് ഓഫ് 2 പോപ്പുലേഷൻ പ്രപ്പോർഷൻസ്. 2 പോപ്പുലേഷൻ പ്രപ്പോർഷനുകളുടെ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുണ്ട് ചെയ്യലാണ് ടെസ്റ്റ് ചെയ്യൽ. അതായത് മീൻ എന്താണ് ചെയ്തത് അത് തന്നെയാണ് ഇവിടെ എന്ത് പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ കാര്യത്തിലും 2 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ടെസ്റ്റിംഗ് ഡിഫറൻസ് ഓഫ് 2 പോപ്പുലേഷൻ പ്രപ്പോർഷൻ. 2 പോപ്പുലേഷൻ പ്രപ്പോർഷൻസ് നമ്മളുടെ ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യുക. സിഗ്നിഫിക്കൻ്റ് ആണോ ഡിഫറൻസ് എന്ന് എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യുക. By testing the difference of 2 population proportion, we are testing the equality of 2 population proportions. 2 population proportions ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണത്? ടെസ്റ്റ് ചെയ്യണത്. യൂസിങ് ദ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രപ്പോർഷൻസ്. എങ്ങനെയാണ്? സാമ്പിൾ പ്രപ്പോർഷൻസിലെ ഡിഫറൻസ് നോക്കിയിട്ടാണ് 2 പോപ്പുലേഷൻ പ്രപ്പോർഷൻസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണത്. വേറൊരു വേർഡ് പറയുകയാണെങ്കിൽ നമ്മൾ 2 സാമ്പിൾസ് ഒരേ പോപ്പുലേഷനാണോ വന്നിട്ടുള്ളതെന്ന് ടെസ്റ്റ് ചെയ്യാനും ഇതെന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കയ്യിൽ 2 സാമ്പിൾസ് ഉണ്ടാവും. ആ 2 സാമ്പിളും വന്നിരിക്കുന്നത് ഒരു സെയിം പോപ്പുലേഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനും ഇതിനെന്ത് ചെയ്യാം? നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ 2 സാമ്പിൾ ഉണ്ടായിരിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ P1 ആണ് എന്ത്? പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് ഫസ്റ്റ് പോപ്പുലേഷൻ. P2 ആണ് പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് സെക്കൻഡ് പോപ്പുലേഷൻ. അത് രണ്ടും ഈക്വൽ ആണോ അല്ലേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി X1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ ഫസ്റ്റ് സാമ്പിൾ, X2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഇൻ സെക്കൻഡ് സാമ്പിൾ, N1 എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ഓഫ് ഫസ്റ്റ് സാമ്പിൾ, N2 എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ് ഓഫ് സെക്കൻഡ് സാമ്പിൾ, P1' എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് ഫസ്റ്റ് സാമ്പിൾ, ഫസ്റ്റ് സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്, P2' എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സാമ്പിളിന്റെ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതിലെല്ലാ കാര്യവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് P1', P2' അതുപോലെ P1' P2'നാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ H0 എന്ന് പറഞ്ഞാൽ P1 = P2 എന്നാണ് വരിക. അതായത് 2 പോപ്പുലേഷൻ പ്രപ്പോർഷൻസും ഈക്വൽ ആണ് എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. H1 എന്തായിരിക്കും? P1 < P2 ആവാം, P1 < P2 ആവാം, അല്ലെങ്കിൽ P1 ≠ P2 ആയി. 3 ആൾട്ടർനേറ്റീവ്സിൽ ഏത് വേണമെങ്കിലും എന്തായിട്ട് വരാം? H1 ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് വരാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത് Z = P1' - P2' നമുക്ക് അറിയുന്നതാണ്. റൂട്ട് P സ്റ്റാർ Q സ്റ്റാർ 1/N1 + 1/N2. ഓക്കെ, P സ്റ്റാർ എങ്ങനെ കാണാമെന്ന് ഇതിൽ തന്നിട്ടുണ്ട്. N1 P1' + N2 P2' N1 + N2. Q സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1/P സ്റ്റാർ എന്ത് ചെയ്താൽ മതി? 1 - P സ്റ്റാർ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം നമ്മൾ ടേബിൾ വാല്യൂ കാണുന്നു. Find the table value of Z at given level of significance. If calculated value less than table value, accept H0, otherwise reject H0. Calculated value ചെറുതും ടേബിൾ വാല്യൂ വലുതും ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഓപ്പറേഷൻസ് ഒക്കെ സെയിം ആണ്. ഇക്വേഷൻ മാത്രം എന്തുള്ളൂ? മാറ്റുള്ളൂ. അതുപോലെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നതും മാറ്റേണ്ടത് എന്നുള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ അത് മീൻ ചെയ്ത പോലെ തന്നെയാണ് ഇതിലും എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. നേരത്തെ മീനിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ മീൻസ് ചെയ്ത പോലെ തന്നെയാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ബിഫോർ ആൻ ഇൻക്രീസ് ഇൻ എക്സൈസ് ഡ്യൂട്ടി ഓൺ ടീ, 800 persons out of a sample of 1000 were found to be tea drinkers.
എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നതിന് മുന്നേ 1000 ആളുകളുടെ സാമ്പിളിൽ 800 ആളുകളും ടീ ഡ്രിങ്കേഴ്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ആൻ ഇൻക്രീസ് ഇൻ എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയ ശേഷം in a sample of 1200 people 800 were tea drinkers. 1200 ആളുകളിൽ 800 ആളുകൾ ടീ ഡ്രിങ്കേഴ്സ് ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിക്രീസ് ഉണ്ടായിട്ടുണ്ടോ ആഫ്റ്റർ ദ ഇൻക്രീസ് ഇൻ എക്സൈസ് ഡ്യൂട്ടി? ആളുകളുടെ ടീ കുടിക്കുന്ന സ്വഭാവത്തിൽ എക്സൈസ് ഡ്യൂട്ടീൻ്റെ ഇൻക്രീസ് ഉണ്ടായതിന് ശേഷം എന്തെങ്കിലും ഡിക്രീസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 2 സാമ്പിളുകളാണുള്ളത്. ആദ്യത്തെ സാമ്പിളിൽ 1000 ഔട്ട് ഓഫ് 1800 വേർ ടീ ഡ്രിങ്കേഴ്സ് എന്നാണ്. അപ്പൊ P1 dash is equal to 800 by 1000 which is equal to 0.8. രണ്ടാമത്തെ സാമ്പിളിൽ 800 വേർ ടീ ഡ്രിങ്കേഴ്സ് ഇൻ എ സാമ്പിൾ ഓഫ് 1200 പീപ്പിൾ. അപ്പൊ P2 dash is equal to 800 by 1200 0.67 കിട്ടി. H0 സെറ്റ് ചെയ്യുന്നു, P1 ഈക്വൽ ടു P2. H1 സെറ്റ് ചെയ്യുന്നു, P1 ഗ്രേറ്റർ ദാൻ P2. കാരണം എന്താ, ആളുകളുടെ ടീ ഡ്രിങ്കിങ് ഹാബിറ്റിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം അല്ലേ. ആളുകളുടെ ടീ ഡ്രിങ്കിങ് ഹാബിറ്റിൽ കുറവുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതായത് കുറവുണ്ടായിട്ടില്ല എന്ന് നമ്മൾ H0 ആയിട്ട് എടുക്കുന്നു. കുറവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രപ്പോർഷനേക്കാളും കുറവാവുകയാണ് എന്ത്, രണ്ടാമത്തെ പ്രപ്പോർഷൻ ഉണ്ടാവുക. അതായത് P1 ഗ്രേറ്റർ ദാൻ P2. ആദ്യത്തെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നതിന് മുന്നുള്ള, P2 എന്ന് പറയുമ്പോൾ എന്താണ്, എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതിന് ശേഷമുള്ള പ്രപ്പോർഷൻ. അപ്പോൾ രണ്ടാമത്തെ എന്ത് ചെയ്യുക, കുറയുന്നതിനെയാണ് അല്ലേ. അതല്ല ടീ ഡ്രിങ്കിങ് ഹാബിറ്റിൽ കുറവ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ P1 ഗ്രേറ്റർ ദാൻ P2. ആദ്യത്തെ പ്രപ്പോർഷൻ കൂടുതലും രണ്ടാമത്തെ പ്രപ്പോർഷൻ എന്താണ്, കുറവാണ്. അതായത് 1 tail ആണ്. ഇവിടെ നോട്ട് ഈക്വൽ ടു എന്ന് എന്ത് ചെയ്യരുത്, എടുക്കരുത്. കാരണം ടീ ഡ്രിങ്കിങ് ഹാബിറ്റ് കൂടുന്നത് എന്തിൽ വരാം, നോട്ട് ഈക്വൽ ടുവിൽ വരാം. നമുക്ക് അത് എന്ത് ചെയ്യേണ്ട, അത് നമ്മളെ കോൺട്രഡിക്റ്റ് ചെയ്യൂല. അപ്പം P1 ഗ്രേറ്റർ ദാൻ P2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, H1 ആയിട്ട് എടുക്കേണ്ടത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നോക്കുമ്പോൾ Z is equal to P1 dash minus P2 dash by root P star Q star into 1 by N1 plus 1 by N2 ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, P star കാണും. അതായത് N1 P1 dash plus N2 P2 dash by N1 plus N2. ഈ N1 P1 dash നമ്മൾ വീണ്ടും സ്റ്റെപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും. കാരണം 1000 into 0.8, നമ്മളിപ്പം 800 by 1000 ചെയ്യുമ്പോഴാണ് 0.8 കിട്ടിയത്. അപ്പോൾ 1000 into 0.8 എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ശരിക്കും 800 ആണ് വരുന്നത്. ഡയറക്റ്റ് 800 എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അടുത്ത നോക്കിയേ, 800 by 1200 ആണ് 0.67 കിട്ടിയത്. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, 1200 into 0.67 ആണ്. അതായത് അതിന് പകരം ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, 800 എന്ന് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഡിവൈഡ് ബൈ N1 plus N2 അഥവാ 1000 plus 1200. ആ P സ്റ്റാർ കിട്ടുക 1600 by 2200 0.727 കിട്ടും. Q സ്റ്റാർ കിട്ടുക 1 minus P സ്റ്റാർ അഥവാ 0.273 കിട്ടും. കിട്ടിയ വാല്യൂസ് നമ്മുടെ സെറ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താ കിട്ടാൻ നോക്കാം, Z is equal to 0.8 minus 0.67 divided by root 727 into 0.273 into 1 by 1000 plus 1 by 1200. ടേബിൾ വാല്യൂ കിട്ടുന്നു, എന്ത് കിട്ടും, കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടുന്നു 6.816. അതായത് മോഡ് Z is equal to 6.816. അതായത് ടേബിൾ വാല്യൂ കാണുമ്പോൾ ടേബിൾ വാല്യൂ ഓഫ് Z at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് എ 2 tail അല്ല 1 tail ആണ്. 1 tail ആയതുകൊണ്ട് 1.645 ആണ് ആൻസർ കിട്ടുക. കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 6.816 ആണ്. ഇവിടെ ടേബിൾ വാല്യൂ 1.645 ആണ്. ദെൻ കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. therefore റിജക്റ്റ് H0. H0 നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. H0 റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ H1 എന്ത് ചെയ്യലാണ്, ആക്സെപ്റ്റ് ചെയ്യലാണ്. അതായത് എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നതിന് മുന്നുള്ള പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നതിന് മുന്നുള്ള പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. അതായത് ടീ ഡ്രിങ്കേഴ്സിന്റെ പ്രൊപ്പോർഷൻ കൂടുതലായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയ ശേഷം ടീ ഡ്രിങ്കേഴ്സിന്റെ പ്രൊപ്പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. there is significant decrease in consumption. കൺസെപ്ഷനിൽ കാര്യമായിട്ടുള്ള കുറവ് എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ സാമ്പിൾ ഓഫ് 600 men ഫ്രം എ സിറ്റി എ 450 ആർ ഫൗണ്ട് ടു ബി സ്മോക്കേഴ്സ്. സിറ്റി എ എന്നുള്ള 450 ആളുകൾ സ്മോക്കേഴ്സ് ആണ്. ഔട്ട് ഓഫ് 600ൽ 450 സ്മോക്കേഴ്സ് ആണ്. സിറ്റി ബിയിൽ 450 ആർ സ്മോക്കേഴ്സ്,
ഔട്ട് ഓഫ് 900 പീപ്പിൾസിൽ 900ൽ 450 എന്താണ് സ്മോക്കേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡസ് ദ ഡാറ്റ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സിറ്റീസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രിവാലൻസ് ഓഫ് സ്മോക്കിങ്ങിൻ്റെ കാര്യത്തിൽ സിറ്റീസ് തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് സിറ്റി എയും സിറ്റി ബിയും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, ചെക്ക് ചെയ്യണത്. അപ്പോൾ P1 dash is equal to 450/600. Out of 600, 450 are smokers. P1 dash കിട്ടി. സെക്കൻഡ് സാമ്പിൾ ആകുമ്പോഴോ 450/900 which is equal to 0.5. നമ്മളുടെ ചോദ്യം ഈ രണ്ട് സിറ്റീസ് തമ്മിൽ സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ കേസിൽ കാര്യമായിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലേ എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ H0 such that P1 equal to P2, H1 such that P1 not equal to P2. കാരണം P1 less than P2 ഉം P1 greater than P2 അതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം ആദ്യത്തെ സിറ്റിയിൽ കുറവാണെങ്കിലും രണ്ടാമത്തെ സിറ്റിയിൽ കുറവാണെങ്കിലും കാര്യമായിട്ടുള്ള എന്താണ് വ്യത്യാസം തന്നെയാണ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്, P1 നോട്ട് ഈക്വൽ ടു P2 ആണ്, അഥവാ അത് 2 ടൈലാണ്. ഓക്കെ, സെഡിന് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ കാണുന്നു, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതി വെക്കുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ P സ്റ്റാർ കാണാനുള്ള ഇക്വേഷൻ N1 P1 സ്റ്റാർ പ്ലസ് N2 P2 സ്റ്റാർ ബൈ N1 പ്ലസ് N2 നമുക്കറിയാം. ഇവിടെ 0.75 കിട്ടിയത് 450/600 ചെയ്യുമ്പോഴാണ്. അപ്പം 0.75 into 600 ചെയ്താൽ 450 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇതിന് ഡയറക്റ്റ് 450 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ 900 into 0.5 ചെയ്താലും ഡയറക്റ്റ് 450 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. ഡിവൈഡ് ബൈ 600 പ്ലസ് 900 ആൻസർ കിട്ടുക 900/1500, അതാ 0.6 എന്നാണ് എന്ത് ചെയ്യുക ആൻസർ കിട്ടുക. P star 0.6 ആണെങ്കിൽ Q star is equal to 1 minus P star, അഥവാ 1 minus 0.6 which is equal to 0.4 എന്ന് കിട്ടും. നമുക്ക് കിട്ടിയ വാല്യൂസിനെ നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.75 minus 0.5 divided by root 0.6 into 0.4 into 1/600 plus 1/900 which is equal to 9.68. അതായത് മോഡ് z is equal to 9.68 ആണ്. നമ്മൾ ടേബിൾ വാല്യൂ കാണുന്നു. ടേബിൾ വാല്യൂ z at 5% level of significance with the two tailന് 5% level of significance ടേബിൾ വാല്യൂ ആണ് 1.96 ആണ്. ഇവിടെ 9.68 is greater than 1.96, അഥവാ calculated value greater than table value, therefore reject H0. H0 റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ H1 എന്ത് ചെയ്യാണ്, ആക്സെപ്റ്റ് ചെയ്യലാണ്. അതായത് സിഗരറ്റ് സ്മോക്കിങ്ങിന്റെ കാര്യത്തിൽ രണ്ട് സിറ്റീസ് തമ്മിലും കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. The two cities are significantly different with respect to prevalence of സ്മോക്കിങ്ങിന്റെ കേസിൽ അവർ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയണത് എന്താ വെച്ചാൽ, a machine in a long run puts out 16 imperfect articles for every 500 articles. അതായത് out of 500 16 are imperfect. Okay, after the machine is overhauled, ഒരു മെഷീനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നു, ഇംപ്രൂവ്മെന്റ് വരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ it puts out of 3 imperfect articles in a batch of 100. out of 100 3 are imperfect. ആദ്യം 500ൽ 16 imperfect ആയിരുന്നു. ഇങ്ങനെയാ ഇപ്പോൾ ഒരു ഇംപ്രൂവ്മെന്റിന് ശേഷം 3 out of 100 imperfect ആണ്. അപ്പോൾ ഹാസ് ദ മെഷീൻ ഇംപ്രൂവ്ഡ് ഇൻ ഇറ്റ്സ് പെർഫോമൻസ്, അതിന്റെ പെർഫോമൻസ് കൂടിയിട്ടുണ്ടോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് പ്രൊപ്പോർഷൻസും കണ്ടുപിടിക്കുന്നു. P1 dash is equal to 16/500. out of 500 16 are imperfect which is equal to 0.032 എന്ന് കിട്ടും. P2 dash is equal to 3 out of 100 are imperfect, അപ്പോൾ 3/100 which is equal to 0.03 എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്നു, H0 such that P1 is equal to P2 എന്ന് എടുക്കുന്നു. H1 such that P1 greater than P2. അതായത് ഇവിടെ P എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുകയാണെങ്കിലും പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ് ആണ്. പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ്, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ് കുറഞ്ഞാലാണ് അത് ഇംപ്രൂവ്ഡ് എന്ന് പറയാം, അല്ലേ? പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ് കൂടിയാൽ ഒരിക്കലും അതെന്തല്ല, ഇംപ്രൂവ്ഡ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് P1 greater than P2. അതായത് ആദ്യം പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ് കൂടുതലായിരുന്നു, പിന്നെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ്, P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ്, അല്ലേ? ആദ്യത്തെ പോപ്പുലേഷന്റെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ് ആണ് P1, രണ്ടാമത്തെ പോപ്പുലേഷന്റെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റ് ആണ് എന്ത്, P2. അപ്പം പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞാലേ എന്ത് വരുള്ളൂ, മെഷീൻ ഇംപ്രൂവ് ചെയ്തു എന്ന് കിട്ടുള്ളൂ. അതായത് 1 tail ആയിരിക്കും നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുന്നു. z is equal to P1 dash minus P2 dash by root P star Q star into 1/n1 plus 1/n2 ആണ്.
പി സ്റ്റാർ കാണും നമ്മൾ n1 p1 dash പ്ലസ് n2 p2 dash ബൈ n1 പ്ലസ് n2. n1 p1 dash ചെയ്താൽ 16 ആണ്, ഇവിടെ ഇതിന് വരെ 16 എഴുതാൻ വേണമെങ്കിൽ ഡയറക്റ്റ് എഴുതാം. n2 p2 dash എന്ന് പറയുമ്പോൾ ഇതിന് വരെ 3 എന്ന് ഡയറക്റ്റ് എഴുതാം. ഡിവൈഡ് ബൈ 500 പ്ലസ് 100, അതായത് ആൻസർ കിട്ടുക 0.03167 ആണ്. ക്യൂ സ്റ്റാർ കിട്ടുക 1 മൈനസ് പി സ്റ്റാർ ആണ്, അഥവാ 0.96833 ആണ്. നമ്മൾ സെഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, p1 dash മൈനസ് p2 dash ചെയ്യുന്നു, റൂട്ടിൻ്റെ ഉള്ളിൽ പി സ്റ്റാർ ക്യൂ സ്റ്റാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1/n1 1/n2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കിട്ടുക 0.1042 എന്നാണ്. അത് മോഡ് z ഇസിക്വൽ ടു 0.1042. ടേബിൾ വാല്യൂ ഓഫ് z കാണുന്നു അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് 1 tail ആണ്, 1.645 ആണ് ടേബിൾ വാല്യൂ കിട്ടുക. നമുക്കറിയാം കാൽക്കുലേറ്റഡ് വാല്യൂ 0.1042 ആണ്, ടേബിൾ വാല്യൂ 1.645 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ, therefore accept h0. h0 നമ്മൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. h0 അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ p1 ഈക്വൽ ടു p2. ആദ്യത്തെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റും രണ്ടാമത്തേലെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റും നമ്മൾ കാര്യമായിട്ടുള്ള എന്തുണ്ടായിട്ടില്ല, വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ദ പെർഫോമൻസ് ഓഫ് മെഷീൻ ഈസ് നോട്ട് ഇംപ്രൂവ്ഡ്. ഈ മെഷീൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്തിട്ടില്ല, ഇംപ്രൂവ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് പറയാം. 1000 articles from a factory were examined and found to be 3% are defective. അല്ലേ, 1000-ൽ 3% ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, എത്ര ആയിരിക്കും? 100-ൽ 3 ഡിഫക്റ്റീവ്, 3% എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 3 ആർ ഡിഫക്റ്റീവ്. അപ്പോൾ 1000-ലോ 30 ആർ ഡിഫക്റ്റീവ് ആവും അല്ലേ, അതായത് 30/1000 ആയിരിക്കും അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 0.3 എന്ന് പറഞ്ഞാൽ 0.3 എന്ന് എടുക്കണതിനും കുഴപ്പമൊന്നുമില്ല. ഇനി എമംഗ് 1500 സിമിലർ ആർട്ടിക്കിൾസ് ഫ്രം എ സെക്കൻഡ് ഫാക്ടറി ആർ ഫൗണ്ട് ടു ബി ഓൺലി 2% ആർ ഡിഫക്റ്റീവ് അല്ലേ, അതായത് ഔട്ട് ഓഫ് 100 2 ആർ ഡിഫക്റ്റീവ്. അപ്പം ഇൻ 1500 എന്ന് പറഞ്ഞാൽ ഇൻ 1500 ഇൻറ്റു 2/100 ചെയ്താൽ മതി. അതും എന്ത് തന്നെയായിരിക്കും, 30 തന്നെയായിരിക്കും കിട്ടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ can it reasonably conclude that the product of first factory is inferior to the second? ഫസ്റ്റത്തെ ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് ഇൻഫീരിയർ ആണോ, സെക്കൻഡിനേക്കാളും ഇൻഫീരിയർ ആണോ എന്നാണ്. ഫസ്റ്റ് ഫാക്ടറിയിൽ സെക്കൻഡ് ഫാക്ടറിനേക്കാളും മോശമാണോ എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ p1 ഡാഷും p2 ഡാഷും കാണുന്നു. p1 ഡാഷ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഇൻ ഫസ്റ്റ് സാമ്പിൾ, ഫസ്റ്റ് ഫാക്ടറി. p2 ഡാഷ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഇൻ സെക്കൻഡ് ഫാക്ടറി നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. h0 സെറ്റ് ചെയ്യുന്നു, p1 ഈക്വൽ ടു p2. h1 സെറ്റ് ചെയ്യുന്നു, എന്ത്, p1 ഗ്രേറ്റർ ദാൻ p2 അല്ലേ, ഇപ്പം തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ. കാരണം ഫസ്റ്റ് ഫാക്ടറിയിലെ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് കൂടുതലാണോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോഴല്ലേ അത് ഇൻഫീരിയർ ആവുള്ളൂ. ഫസ്റ്റ് ഫാക്ടറി ഈസ് ഇൻഫീരിയർ ടു ദ സെക്കൻഡ് ഫാക്ടറിനേക്കാൾ ഇൻഫീരിയർ ആണോ ഫസ്റ്റ് ഫാക്ടറി. അപ്പോൾ p1-ൽ ഗ്രേറ്റർ ദാൻ p2. അതായത് എന്താണ്, ഫസ്റ്റ് ഫാക്ടറിയിൽ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫാക്ടറിനേക്കാൾ കൂടുതലാണെങ്കിലാണ് അതെന്താവുക, ഡിഫക്റ്റീവ് ആവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇക്വേഷനിലേക്ക് കൊടുത്താൽ റിജക്റ്റോ ആക്സെപ്റ്റോ ചെയ്യുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആണ്. ലാർജ് സാമ്പിൾ ടെസ്റ്റിൻ്റെ 4 യൂസസും നമ്മളിവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ ഈ 4 യൂസസിനെ കുറിച്ച് തൽക്കാലം നമ്മൾ ആലോചിച്ചാൽ മതി. ഈ 4 എണ്ണത്തിന് ഇതിലെന്ത് ചെയ്യാൻ വരുള്ളൂ, പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 4 സിറ്റുവേഷൻസ് നല്ലോണം ഓർത്ത് വെക്കുക. ഒന്ന്, ഫസ്റ്റത്തെ ടെസ്റ്റിംഗ് പോപ്പുലേഷൻ മീൻ ആയിരുന്നു. ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീൻ, അതായത് ലാർജ് സാമ്പിൾ ടെസ്റ്റ് എബവ് 30 ആകുമ്പോഴുള്ള കേസാണ് പറഞ്ഞത്. അതിൽ ടെസ്റ്റിംഗ് പോപ്പുലേഷൻ മീനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിൽ തന്നെ 2-3 കേസ് ഉണ്ടായിരുന്നു ആ ഒരൊറ്റ ഇതിൽ തന്നെ. ടെസ്റ്റിംഗ് പോപ്പുലേഷൻ മീനിൽ സിഗ്മ ഗിവൺ ആയിട്ടും സിഗ്മ അൺനോൺ ആയിട്ടും ഉള്ള 2 കേസുകൾ ഉണ്ടായിരുന്നു. ഇനി സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ പോലും നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണ് ചെയ്യുക എന്നും കൂടി പറഞ്ഞിരുന്നു. ആ കണ്ടീഷൻസ് ഒക്കെ എന്ത് വേണം, നല്ലോണം ഓർമ്മയിൽ വേണം. പിന്നെ ടെസ്റ്റിംഗ് ദ ഡിഫറൻസ് ഓഫ്
ടു പോപ്പുലേഷൻ മീൻസ്, രണ്ട് പോപ്പുലേഷൻ മീനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ഇതുപോലെ പറഞ്ഞിരുന്നു. പിന്നെയോ ഇപ്പം ടെസ്റ്റിംഗ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ, പിന്നെയോ ടെസ്റ്റിംഗ് ദ ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻസ്. ഈ 4 കാര്യങ്ങൾ നല്ലോണം എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.